മരിച്ചു വീഴുന്നു. മറ്റൊന്ന് വേറൊന്ന് ശരാശരി വരുമാനം 45,22,00,000 ജനങ്ങളുടെ ശരാശരി വരുമാനം. ഇത് ഞാൻ പറയുന്നതല്ല, SDP കാരൻ പറയുന്നതല്ല, ഗവൺമെന്റ് പുറത്തുവിട്ട കണക്ക്, UPA ഗവൺമെന്റ് പുറത്തുവിട്ട കണക്ക് പ്രകാരം എന്താണ് ഇത്രയധികം വരുന്ന 45,25,00,000 വരുന്ന ജനതയുടെ ശരാശരി വരുമാനം 20 രൂപ. 20 രൂപ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്നൊരു പക്ഷെ അത്ഭുതം കൂറിപ്പോവും മലയാളികൾ. കാരണം എന്താ, വൈകുന്നേരം ഫാസ്റ്റ് ഫുഡിൽ കയറി ഒരു ചായയും ഒരു കടിക്ക് പോലും തികയാത്ത പൈസ കൊണ്ട് എങ്ങനെ ജീവിക്കും? ഇത് യാഥാർത്ഥ്യമാണ്. ഇത് SDP പുറത്തുവിടുന്ന കണക്കല്ല, മറിച്ച് രാജ്യത്തിന്റെ ഭരണാധികാരികൾ പുറത്തുവിടുന്ന കണക്കാണ്. എന്ന് മാത്രമാണോ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വക നേടാൻ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ, മഹാനഗരങ്ങളിലെ പ്രാന്തപ്രദേശങ്ങളിൽ, ഡൽഹിയിലും തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോട്ടും അടക്കം, മുംബൈയിലും അടക്കം, കൽക്കട്ടയിലും അടക്കം രാജ്യത്തിന്റെ ജനതകൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വക നേടാൻ തെരുവ് പട്ടികൾക്കൊപ്പം മൽപ്പിടുത്തം നടത്തുകയല്ലേ? ഇത് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയല്ലേ? പട്ടിണി മരണങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്തിൽ വാർത്തയെ അല്ലാതായി മാറുകയാണ്. പട്ടിണി മരണങ്ങൾ ഇന്ന് ചർച്ചയല്ല, രാഷ്ട്രീയ പാർട്ടികൾക്ക് അതൊരു വിഷയവുമല്ല. രാഷ്ട്രീയ പാർട്ടികളുടെ വിഷയം എന്താ? പിള്ള നേടുമോ ഗണേശൻ നേടുമോ? ഇതാണ് വിഷയം. പിള്ള കൊണ്ടുപോകുമോ ഗണേശൻ കൊണ്ടുപോകുമോ? യാമിനി തങ്കച്ചി ഗണേശനെ മൊത്ത് ജീവിക്കുമോ? കുടുംബം സന്തോഷമാകുമോ? ഇതല്ലേ ചർച്ച? ചാനൽ ചർച്ച, മീഡിയ ചർച്ച. ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ കാതലായ പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാകുന്നുണ്ടോ? പാർലമെന്റിൽ, രാജ്യസഭയിൽ, നിയമസഭകളിൽ ഇതല്ലേ നാം വിലയിരുത്തേണ്ടത്? ഈ രാഷ്ട്രീയത്തെയല്ലേ നാം വിലയിരുത്തേണ്ടുന്നത്? കാലാകാലങ്ങളായി നാം ജനങ്ങളെ ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുത്ത് അധികാരത്തിൽ കയറ്റുന്നു. എന്തിനു വേണ്ടി? ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ. എവിടെ? റോഡിലാണോ? അല്ല, നിയമസഭകളിൽ, രാജ്യസഭകളിൽ, ലോക്സഭയിലടക്കം ചർച്ച ചെയ്ത് അധികാരം വികേന്ദ്രീകരിക്കപ്പെട്ട് ആനുകൂല്യങ്ങളിലൂടെ ഒരു ജനത ക്ഷേമരാഷ്ട്രമായി ക്രമേണ രൂപപ്പെടണം, വളരണം. ഇതല്ലേ ദൗത്യം? പക്ഷേ അതാണോ നടക്കുന്നത്? എച്ചിൽ കൂനുകളിൽ തെരുവ് പട്ടികൾക്കൊപ്പം ഭക്ഷണത്തിന് വക നേടുന്നു രാജ്യത്തിന്റെ ഭൂരിപക്ഷ ജനതയെങ്കിൽ അത് ഏത് ഭാഗത്തിൽപ്പെട്ടതാണ്? 85 ഞാൻ മുമ്പേ പറഞ്ഞ 85% ജനതതി. വിദ്യാഭ്യാസം ആർക്ക് നിഷേധിക്കപ്പെട്ടു? രാജ്യത്തിന്റെ ഭൂരിപക്ഷം വരുന്ന വിദ്യാഭ്യാസം ആർക്ക് നിഷേധിക്കപ്പെട്ടു? പിന്നോക്കക്കാരന് നിഷേധിക്കപ്പെട്ടു. ഈ രാജ്യത്തെ രോഗികൾ ഭൂരിപക്ഷം ആരാണ്? ഈ രാജ്യത്തിന്റെ പിന്നോക്കക്കാരൻ. രാജ്യത്തിന്റെ 5,68,000 വില്ലേജുകൾ നിങ്ങൾക്കറിയുമോ? കുടിവെള്ളമില്ലാതെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ. അടിസ്ഥാന സൗകര്യങ്ങൾ, കുടിവെള്ളമില്ല, നടക്കാൻ നല്ല റോഡില്ല, കിടക്കാൻ നല്ല പാർപ്പിടമില്ല, സ്വന്തം ഭൂമിയില്ല, അടിസ്ഥാന സൗകര്യങ്ങൾ ഏതുമില്ല. ഇങ്ങനെ രാജ്യത്തിന്റെ 5,68,000 ഗ്രാമങ്ങളിൽ നരകയാതന അനുഭവിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പിന്നോക്ക ജനതതി, ഭൂരിപക്ഷ ജനതതി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യം വളർന്നോ തളർന്നോ? നിങ്ങൾ വിലയിരുത്തുക. ഇത് മാത്രമാണോ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ? നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ ഒരു നല്ല മക്കളെ വിദ്യാഭ്യാസം ചെയ്യാൻ, തന്റെ കുട്ടിക്ക് നല്ല ഉയർന്ന വിദ്യാഭ്യാസം കിട്ടാൻ, ഭക്ഷണം കിട്ടാൻ, വസ്ത്രം കിട്ടാൻ, നല്ല ജീവിതം നിലനിർത്താൻ, മറ്റുള്ളവരെ പോലെ ജീവിക്കുക എന്ന സ്വപ്നം ഹൃദയത്തിൽ കയറി ഡൽഹിയുടെ അധികാരത്തിന്റെ അകത്തളങ്ങളുടെ മൂക്കിനു താഴെ, ഡൽഹി അടക്കം, തിരുവനന്തപുരം അടക്കം, രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളടക്കം ഇരുളിന്റെ മറവിൽ സ്വന്തം ശരീരം വിറ്റ് വേശ്യാവൃത്തി ചെയ്ത് ജീവിക്കുന്ന 5,16,00,000 വരുന്ന സ്ത്രീകൾ ഇന്ത്യയിലാണ്. സഹോദരരെ, വളർന്നോ നമ്മുടെ രാജ്യം? പത്രമാധ്യമങ്ങൾ മാത്രം കണ്ണോടിച്ചു പോയാൽ പോരാ. നാം അറിയണം, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സത്യസന്ധമായ തിരിച്ചറിയലുകൾക്ക് നാം മനസ്സിലാക്കണം. അപ്പോഴേ എന്തിനൊരു പുതിയ രാഷ്ട്രീയം കൂടി ഇന്ത്യയിൽ വരണം. ഇവിടെ ഇടതുപക്ഷമില്ലേ? വേറെ ആര് വേണം? ഇല്ലേ? വേറെ ആര് വേണം? അപ്പുറത്ത് പിണറായി സഖാവ് അബ്ദുൽ നാസർ മദനിയുടെ ഇടത്തെ സൈഡിൽ ഇരിക്കുന്നു. തൊട്ടപ്പുറത്ത് VS അച്യുതാനന്ദ സഖാവ് റോഡിൽ നിന്നിട്ട് പറയുന്നു അയാളുടെ പ്രസംഗം പരിശോധിക്കണം. എന്താണിത്? വൈരുദ്ധ്യാധിഷ്ഠിത രാഷ്ട്രീയം, ഇല്ലേ? നിയന്ത്രണം വിട്ട ഇടതുപക്ഷം. ഇങ്ങനെ ഇടതുപക്ഷം ഒരു സൈഡിൽ, 125 വർഷം പ്രായമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഈ രാജ്യത്തിന് ഒറ്റുകൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്,
125 വർഷമായി നമ്മളൊക്കെ പറയല്ലോ നാട്ടില് 80-70 വയസ്സൊക്കെ ആവുമ്പോ ചില ചെറുപ്പക്കാരായ വികൃതികളായ ചില ചെറുപ്പക്കാർ എന്നിട്ട് ഉപ്പുപ്പമാരോട് ചോദിക്കും. നമ്മുടെ മദർഹാജിയെ കൂടി ഇരിപ്പുണ്ട്, അദ്ദേഹത്തിനെ ഉദ്ദേശിച്ചല്ല, എങ്കിലും പ്രായമായ ആളുകളെ കളിയാക്കിക്കൊണ്ടുമല്ല ഞാൻ പറയുന്നത്. ചെറുപ്പക്കാരായ ചില വികൃതികൾ ചെന്നിട്ട് ചോദിക്കും, 70 വയസ്സൊക്കെ ആയില്ലേ, ഇനി പൊയ്ക്കൂടെ, മരിച്ചൂടെ, സ്വപ്നമൊക്കെ ഒത്തിരി കഴിഞ്ഞില്ലേ, ഒത്തിരി വിലസിയില്ലേ, ഇനി മരിച്ചൂടെ എന്ന് ചോദിക്കുന്നത് പോലെ 125 വർഷം പ്രായമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ഞങ്ങൾക്കൊരു ചോദ്യം. ഇന്ത്യൻ ജനതയുടെ ശാപമായി നിങ്ങൾ നിലനിൽക്കാതെ നിങ്ങൾക്ക് നശിച്ചു പോയിക്കൂടെ? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ശാപം അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തെ 3 ശക്തികൾ കീഴ്പ്പെടുത്തിയത് കൊണ്ട്. ഏതാ 3 ശക്തികൾ? ഒന്ന്, കോർപ്പറേറ്റ് മുതലാളിമാർ. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബിർളയുടെയും ടാറ്റയുടെയും അവസ്ഥ എന്താ? ഇന്ന് ടാറ്റയുടെയും ബിർളയുടെയും അവസ്ഥ എന്താ? ഇന്ന് രാജ്യം വിലക്ക് ചോദിക്കുക. ടാറ്റയും ബിർളയും കൊടുക്കുന്നോ? രാജ്യം ഇന്ത്യ വിലക്ക് വിൽക്കുന്നോ? അവർ ചോദിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ മുകേഷ് അംബാനി ചോദിക്കുന്നു, ഇന്ത്യ വിലക്ക് വിൽക്കുന്നോ? 5000 കോടി രൂപയിലധികം വരുന്ന 400-ലധികം വരുന്ന മുതലാളിമാർ 5000 കോടി രൂപയിലധികം വിറ്റെന്നാണ് ക്രയവിക്രയം ചെയ്യുന്ന മുതലാളിമാരടങ്ങുന്ന രാജ്യമാണ് ഇന്ത്യ. ഇങ്ങനെ രാജ്യത്തിന്റെ ആകെ സമ്പത്ത് ആരിലേക്ക് കേന്ദ്രീകരിച്ചു? ഇവിടുത്തെ മുതലാളിമാരിലേക്ക് കേന്ദ്രീകരിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, രാജ്യം 2ആയി വേർതിരിക്കപ്പെട്ടു. സവർണ സമ്പന്ന വിഭാഗമെന്ന ഒരു വിഭാഗവും അവർണ പിന്നാക്ക വിഭാഗമെന്ന ഒരു വിഭാഗവും. ഇങ്ങനെ അധികാരം ഇങ്ങനെ എന്താണ്? രാജ്യത്തിന്റെ സമ്പത്താകെ മുതലാളിത്തത്തിന് മേൽ അടിപ്പെട്ടു. അതിൽ ഉത്തരവാദികളാരാ? ഒന്ന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അഴിമതികളുടെ ഘടകമൊന്നും ഞാൻ പറയുന്നില്ല. ഈ അഴിമതി എന്ന് തുടങ്ങിയതാ 956 തുടങ്ങിയതാ. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ അധികാരത്തിൽ കയറിയ കോൺഗ്രസിന്റെ മേൽ ആദ്യം ചേർത്തപ്പെട്ടത് അഴിമതി കഥകളാ, ഇല്ലേ? ആരാ ഉന്നയിച്ചത്? പാർലമെന്റിൽ ഒരു യുവാവായ MP, മുംബൈയിലുള്ള മുംബൈ ലോക്സഭാ മണ്ഡലത്തിലെ MP ആരായിരുന്നു? MP, മിടുക്കനായ MP. 1,60,60,000 കോടി രൂപയുടെ ആക്ഷേപം ഉന്നയിച്ചത്. 962 ആ MP കോൺഗ്രസ് നിന്ന് പുറത്തുപോയി. എന്ന് മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞു, ഞങ്ങളുടെ പ്രിയ നേതാവിന്റെ മകളെ വിവാഹം കഴിച്ച ഫിറോസ് ഗാന്ധി അങ്ങ് നിങ്ങൾ കോൺഗ്രസും രാജിവെക്കണം എന്ന് പറഞ്ഞു. ഫിറോസ് ഗാന്ധിയാണ് ആദ്യം കോൺഗ്രസിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചത് പാർലമെന്റിൽ 956. അന്ന് തുടങ്ങിയതാ കോൺഗ്രസ് ഈ രാജ്യത്തിന് വിറ്റ് തിന്നാൻ, അല്ലേ? 2G സ്പെക്ട്രം, ടെലികോം അഴിമതി, കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി. ഇങ്ങനെ അഴിമതികളുടെ അഴുക്കിച്ചാലുകളിൽ കോൺഗ്രസ് ഇങ്ങനെ കളിച്ചു പുളയ്ക്കുകയാണ്. ഇതാരുടെ പൈസയാ? ഈ രാജ്യത്തെ പാവപ്പെട്ടവന് വിദ്യാഭ്യാസം നൽകേണ്ടുന്ന പൈസ, ഈ രാജ്യത്തെ രോഗം കൊണ്ട് വലയുന്ന ജനങ്ങൾക്ക് ആതുര സേവനം ചെയ്യേണ്ടുന്ന പൈസ, ഈ രാജ്യത്തെ പട്ടിണി കിടന്ന് മരിക്കുന്ന പാവപ്പെട്ടവന്റെ പട്ടിണി മാറ്റാനുള്ള പൈസ, പോഷകാഹാരക്കുറവ് മൂലം മരിച്ചു വീഴുന്ന കുട്ടികളുടെ ആഹാരക്രമം നിയന്ത്രിക്കാനുള്ള പൈസ, രാജ്യത്തെ 5,68,000 വില്ലേജുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടുന്ന പൈസ. ഈ പൈസയാണ് വിവിധ അഴിമതികളിലൂടെ കോൺഗ്രസ് അടിച്ചു മാറ്റിയത്. അങ്ങനെ മുതലാളിത്തം വളർന്നു. ഞാൻ ചുരുക്കി പറയുകയാണ്, വൈകിയ സമയമായതുകൊണ്ട്. മറ്റൊരു തലത്തിൽ ആര് വളർന്നു? വർഗീയവാദം വളർന്നു, ഇല്ലേ? ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ചിരുന്ന ഈ രാജ്യം, വർഗീയതയുടെ കനൽപദങ്ങളില്ലാത്ത രാജ്യം, വർഗീയതയുടെ തീക്കനലുകൾ വാരിവിതറി ബാബരി മസ്ജിദ് അടക്കം ഈ രാജ്യത്ത് രൂപപ്പെട്ട സാമൂഹ്യ സാഹചര്യം ഇന്നലകളിൽ ബ്രിട്ടീഷുകാരനെ അട്ടിപ്പായിക്കാൻ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ദളിതനോ എന്നോ ഇല്ലാതെ പരസ്പരം കൈചേർത്ത് നിന്ന് തോളോട് തോളുരുമി നിന്ന് പടവെട്ടി പടവരുതി ബ്രിട്ടീഷുകാരനെ അട്ടിപ്പായിച്ച നമ്മൾ. പക്ഷേ ഈ രാജ്യത്ത് വളർന്നു വന്ന വർഗീയവാദത്തിന് മുന്നിൽ ഭരണാധികാരികളും രാഷ്ട്രീയ സംവിധാനങ്ങളും ഒരുപക്ഷെ ഒന്നുകിൽ പരാജയപ്പെട്ടു, ഇല്ലെങ്കിൽ പരാജയപ്പെടുന്നത് പോലെ അഭിനയിച്ചു. എത്ര കലാപങ്ങൾ? 16,000-ലധികം വരുന്ന റിക്കാളിക്കൽ കലാപം, ഏകപക്ഷീയമായ കലാപം, ഇല്ലേ? സംഘപരിവാർ 925 ജന്മം കൊണ്ട സംഘപരിവാർ ഈ രാജ്യത്ത് അഴിച്ചുവിട്ട കലാപങ്ങൾ ഭീവണ്ടിയിലൂടെ, മീററ്റിലൂടെ, ജംഷഡ്പൂരിലൂടെ, ഭഗൽപൂരിലൂടെ, ജബൽപൂരിലൂടെ, മുംബൈയിലൂടെ, കോയമ്പത്തൂരിലൂടെ ഈ രാജ്യത്തിന്റെ ന്യൂനപക്ഷങ്ങളുടെ കബന്ധങ്ങൾക്ക് മുകളിൽ
വർഗീയ ഫാഷിസം ചുടല നൃത്തം ചവിട്ടിയപ്പോൾ പിടിച്ചുകെട്ടി കയ്യാമം വെച്ച് കൽത്തുലകളടയ്ക്കാൻ നട്ടലുണ്ടായോ രാജ്യത്തിന്റെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അല്ലേ? ബാബരി മസ്ജിദിന്റെ പ്രശ്നം വിശാലമാണ് വിഷയം, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. 421 വർഷം ഒരു മതവിഭാഗം ആരാധന നിർവഹിച്ചിരുന്ന ബാബരി മസ്ജിദ് 1949 ഡിസംബർ മാസം 21 രാത്രി അബ്ദുൽ ഗഫാർ മൗലവി എന്ന് പറയുന്ന പണ്ഡിതന്റെ നേതൃത്വത്തിൽ ഈശാ നമസ്കാരം വരെ നിർവഹിച്ച് പിരിഞ്ഞ ബാബരി മസ്ജിദ് 992 വിവിധ സംഭവങ്ങളിലൂടെ വർഗീയ ഫാഷിസ്റ്റുകൾ തച്ചു തകർത്ത് തരിപ്പണമാക്കുമ്പോൾ ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 എന്താ 14 വിവരിക്കുന്നത്? ഏത് മതത്തിലും ഈ രാജ്യത്ത് പ്രവർത്തിക്കാം, ഏത് മതത്തിലും വിശ്വസിക്കാം, ഏത് ആരാധനാലയത്തിലും പ്രാർത്ഥിക്കാം, ഏത് മതവും വിശ്വസിക്കാം, മതമില്ലാതെയും ജീവിക്കാം. ഇങ്ങനെ മതസ്വാതന്ത്ര്യം അംഗീകരിച്ചു നൽകുന്ന ഈ രാജ്യത്തിന്റെ ഭരണഘടന, ആ ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന സാമൂഹ്യ ബാധ്യത നിർവഹിക്കേണ്ടുന്ന ഭരണാധികാരികൾ പക്ഷേ ഈ രാജ്യത്തിന്റെ വർഗീയവാദികൾ കൊത്താശ നിന്നപ്പോ എന്ത് സംഭവിച്ചു? പരസ്പരം നാം കാത്തു സൂക്ഷിച്ച നാനാർത്ഥത്വ ഏകത്വം എന്ന സംസ്കാരത്തിന്റെ ശവക്കുഴി തോണ്ടി ലോകരാജ്യങ്ങളുടെ മുന്നിൽ മതേതരത്വ ഇന്ത്യ തകർന്നു വീണു. ഇല്ലേ? അതല്ലേ നാം കാത്തു സൂക്ഷിച്ച പൈതൃകമല്ലേ നശിപ്പിക്കപ്പെട്ടത്? ആരാ ഉത്തരവാദി? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇങ്ങനെ വർഗീയവാദം രാജ്യത്തിന്റെ മുക്കുമൂലകളിൽ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തിനേറെ നമ്മുടെ ഈ നാടുകളിൽ അടക്കമുണ്ടല്ലോ, ശല്യമുക്ക് അടക്കമുള്ള പ്രദേശങ്ങളിൽ വർഗീയവാദം നടത്തിക്കൊണ്ടിരിക്കുന്ന കലാപങ്ങളും അക്രമങ്ങളും ഇല്ലേ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിലടക്കം ഇങ്ങനെ മുതലാളിമാർ ഒരു സൈഡിൽ വളർന്നു, വർഗീയവാദം മറ്റൊരു സൈഡിൽ തഴച്ചു വളർന്നു. പിന്നെന്താ സംഭവിച്ചത്? വർഗീയവാദവും മുതലാളിത്തവും ഈ രാജ്യത്തെ പിടിച്ചു കുലുക്കുമ്പോൾ ഈ രാജ്യത്തെ സവർണ നാടമ്പി തമ്പുരാക്കന്മാർ ഈ രാജ്യത്തിന്റെ അധികാരത്തിന്റെ, ഉദ്യോഗത്തിന്റെ, നിയമത്തിന്റെ, നിർമ്മാണത്തിന്റെ, നിർവഹണത്തിന്റെ 3/4 പങ്കും പിടിച്ചടക്കി വെച്ചു. 20%. 65 വർഷമായി രാജ്യത്തിന്റെ 85.85% വരുന്ന ധനധരികൾ അധികാരത്തിന്റെ പിന്നാമ്പറങ്ങളിലേക്ക് മാറ്റപ്പെട്ടെങ്കിൽ എല്ലാവരും മറുപടി പറയണം. ഇടതുപക്ഷം മറുപടി പറയണം, വലതുപക്ഷം മറുപടി പറയണം, മധ്യപക്ഷം മറുപടി പറയണം. ഇപ്പൊ ഒരു പക്ഷമുണ്ടോ? ഇവരാരെ പക്ഷ? ജനങ്ങളുടെ പക്ഷമാണോ? ഇവർ മുതലാളിമാരുടെ പക്ഷം, വർഗീയവാദികളുടെ പക്ഷം, ഇല്ലേ? സവർണ സമ്പന്ന താല്പര്യങ്ങളുടെ പക്ഷം. ഇങ്ങനെ വർഗീയവാദവും മുതലാളിത്തവും സവർണ സമ്പന്നവാദവും അടക്കം ഈ രാജ്യത്തെ മുച്ചൂടും പിടിച്ചടക്കി വെച്ചപ്പോൾ 65 വർഷം പിന്നിട്ട പിന്നാക്കക്കാരൻ ഇനി എന്ത് ചെയ്യണം? അവൻ സംഘടിക്കാൻ പാടില്ലേ? അവൻ സംഘടിച്ചാൽ തീവ്രവാദമാകുമോ? ദളിതുകൾ സംഘടിച്ചാൽ തീവ്രവാദം. ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, പേപ്പട്ടിയെ തെരുവിലിട്ട് തല്ലിക്കൊല്ലുക. ആര് ചോദിക്കാൻ? ഇല്ലേ? ഇപ്പൊ നരേന്ദ്രമോദി ചെയ്യുന്നതും അത് തന്നെയാണല്ലോ. പണ്ട് എന്താണ് കോൺഗ്രസ് ഗവൺമെന്റ് രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ചെയ്തത്? സിഖ് കൂട്ടക്കൊലകളും അങ്ങനെയാണല്ലോ. ആര് ചോദിക്കാൻ? ആരാണ് ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളത്? ജനങ്ങളുടെ ഗവൺമെന്റ് ആണെന്ന് പറയുന്നു, ജനങ്ങൾ തെരഞ്ഞെടുത്ത ഗവൺമെന്റ് ആണെന്ന് പറയുന്നു. ഇത് കോൺഗ്രസിന്റെ ദയനീയ ചിത്രമെങ്കിൽ കോൺഗ്രസിന്റെ നയനിലപാടുകളെ കുറിച്ച് ഒത്തിരി പറഞ്ഞ് സമയം കളയുന്നത് രാഷ്ട്രീയ വിഡ്ഢിത്തമാണെന്ന് ഞങ്ങൾക്കറിയാം. ഇനി ഏതാ പാർട്ടി? ഇടതുപക്ഷമാണ് പാർട്ടി. ഇടതുപക്ഷമാണ് പാർട്ടി. ഏതിടതുപക്ഷം? മതമല്ല പ്രശ്നം. എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം. സുന്ദരമായ പാട്ട് ഇല്ലേ? പക്ഷെ ഇലക്ഷൻ വരുമ്പോ ഞങ്ങൾ NSSന്റെ അരമനെ കയറി ഇറങ്ങും, അത് വേറെ കാര്യം. ഇലക്ഷൻ വരുമ്പോ മാർ ബസോലിയസിന്റെ അരമനയിലും ഞങ്ങൾ പോകും. പക്ഷെ മതമല്ല പ്രശ്നം. എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം. പാവങ്ങൾ, ഈ രാജ്യത്തിന്റെ പിന്നോക്കക്കാർ, കയ്യൂരിന്റെ, കരിവള്ളൂരിന്റെ, പുന്നപ്പറയുടെ, ഏറാമലയുടെ, ഒഞ്ചിയത്തിന്റെ പാവങ്ങൾ, കർഷക തൊഴിലാളികൾ വിശ്വസിച്ചു. വിമോചനത്തിന്റെ വഴിതാ തുറന്നിരിക്കുന്നു. വിമോചനത്തിന്റെ വെളിച്ചം കാണുന്നു. നമ്മൾ കൊയ്യും വയലെല്ലാം, ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാണ് പൈങ്കിളിയെ. ഈ രാജ്യത്തെ ചെറുമനും ചീരനും ചക്കിയും കുഞ്ഞിയും അടക്കമുള്ള പ്രഭാതം മുതൽ പ്രദോഷം വരെ തമ്പുരാന്റെ ഇല്ലത്ത് അവകാശാധികാരങ്ങളില്ലാതെ പാടത്ത് പലപ്പത്തും പണിയെടുത്ത് ക്ഷീണിച്ച ജനതതി വിമോചനത്തിന്റെ പുത്തൻ ശബ്ദത്തിന് കാതോർത്തു. അങ്ങനെയോ ആ ചെങ്കൊടിയവർ ഏറ്റുപിടിച്ചു. 1920
MN റോയ് എന്ന് പറയുന്ന നരേന്ദ്രനാഥ് ചാറ്റർജി, പശ്ചിമബംഗാളിലെ നരേന്ദ്രനാഥ് ചാറ്റർജി താഷ്കന്റിൽ വെച്ച് ജന്മം കൊടുത്ത ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 939 കണ്ണൂർ ജില്ലയിലെ പിണറായിക്കടുത്തുള്ള പാറപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് കേരളത്തിൽ ജന്മം കൊണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ പാർട്ടിയുടെ വിമോചനത്തിന്റെ മന്ത്രം ഇന്നലകളിൽ അടിമകളായി കഴിഞ്ഞിരുന്ന ഒരു ജനതയുടെ വിമോചനത്തിന്റെ മന്ത്രമായപ്പോൾ അവർ ഏറ്റെടുത്തു അരിവാളും ചുറ്റികയും. രാഷ്ട്രീയം വിലയിരുത്തുന്ന ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനായ പിന്നോക്കക്കാര ദളിത് സഹോദര, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, രാജ്യത്തിന്റെ രാഷ്ട്രീയം മാറ്റിവെക്കാം, കേരളത്തിൽ നിൽക്കാം. ഈ പാട്ട് കൂടുതൽ ഉയർന്നു കേട്ടത് കേരളത്തിലാ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പണിയെടുത്ത കുട്ടനാടൻ വയലേലകൾ ഇന്ന് നിങ്ങളുടേതായോ? ഞങ്ങൾ ചോദിക്കുന്നതാ, നിങ്ങളുടേതായോ? കുട്ടനാടൻ വയലേലകൾ ഇന്ന് ആരുടേതാ? ഇന്നും തമ്പ്രാന്റെതാ, ഇല്ലേ? ഇന്നും തമ്പ്രാന്റെതാ. കുട്ടനാടൻ വയലേലകൾ ആർക്ക് കിട്ടിയില്ല? ഈ രാജ്യത്തിന്റെ ദളിതന് കിട്ടിയില്ല, ഈ രാജ്യത്തിന്റെ ആദിവാസികൾക്ക് കിട്ടിയില്ല. വയല് കൊയ്ത് വയൽ ഇന്ന് കിട്ടും, നാളെ കിട്ടും, മറ്റന്നാള് കിട്ടും എന്നൊക്കെ പറഞ്ഞ് പണിയെടുത്ത ദളിത് സഹോദരങ്ങൾക്ക് ഇന്നും ആ വയല് കിട്ടിയില്ല, പാടം കിട്ടിയില്ല. ഇന്നും അത് ആരുടെ കയ്യില? ഭൂജമ്യമാരുടെ കയ്യിൽ, മാടമ്പികളുടെ കയ്യിൽ, ഇല്ലേ? കേരളത്തിലെ മറ്റൊരു നെല്ലറ പാലക്കാടൻ നെല്ലറ. പാലക്കാടൻ നെല്ലറയിൽ കിട്ടിയോ പാവങ്ങൾക്ക് പാടം? കിട്ടിയില്ല. കേരളത്തിലെ 2 പ്രധാനപ്പെട്ട നെല്ലറകൾ, അത് മാത്രം ചരിത്രമെടുക്കാം. കുട്ടനാടും കിട്ടിയില്ല, പാലക്കാടൻ വയലേലകളും കിട്ടിയില്ല. കേരളത്തിന്റെ ഒരു വയലേലകളും ഈ പാവങ്ങൾക്ക് കിട്ടിയില്ല. ഇപ്പൊ പാട്ട് മാറി, നിങ്ങൾ കൊയ്യും വയലെല്ലാം ഞങ്ങളുടേതാണ് പൈങ്കിളിയെ, മുദ്രാവാക്യം മാറി. ഇപ്പൊ സുഖമുണ്ടല്ലോ, അല്ലേ? ഇപ്പൊ സുഖമുണ്ടല്ലോ. 250 ഏക്കർ ഭൂമി കൊണ്ട് കേരളത്തിലെ ദരിദ്രരും ആദിവാസികളും ഭൂമിയില്ലാതെ തെരുവിൽ നട്ടം തിരിഞ്ഞ് റോഡ് പുറമ്പോക്കിലും അടക്കം കിടന്നുകൊണ്ട് നരകവേദന അനുഭവിക്കുമ്പോൾ 250 ഏക്കറിന്റെ വിസ്മയ പാർക്ക് ഉണ്ടാക്കി വിസ്മയം തീർക്കുന്ന CPM-ന് ഈ പാട്ടിന്റെ സങ്കടം അറിയില്ല, ഈ പാട്ടിന്റെ അടിസ്ഥാനം അറിയില്ല. പുന്നപ്പറയിലും വയലാറിലും വിമോചനത്തിന്റെ മന്ത്രം ഏറ്റെടുത്തുകൊണ്ട് നടന്നു നീങ്ങി സമരമുഖത്ത് രക്തസാക്ഷികളായവർ കേരളത്തിൽ ആദ്യം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ, ലോകത്തിലെ 3ാമത്തെ ഇടതുപക്ഷ ഭരണകൂടം. CPM-കാര് പറയുന്നത് ലോകത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നത് ഇടതുപക്ഷം കേരളത്തിലാണെന്ന തെറ്റായ കണക്കാ. 1945-ൽ 1948-ൽ എന്നാണ് ലാറ്റിൻ അമേരിക്കയിലെ ഗാമയിലാണ് അധികാരത്തിൽ വന്നത്. 45-ൽ എന്താണ് മറ്റൊരു സ്ഥലത്താണ് വന്നത്. 3ാമതാണ് ലോകത്തിലെ എന്താണ് ഇടതുപക്ഷ ഗവൺമെന്റ് ജനകീയ ജനാധിപത്യത്തിൽ അധികാരത്തിൽ കയറിയത്. അങ്ങനത്തെ ഗവൺമെന്റിലും നമ്മൾ കൊയ്യും വയലെല്ലാം എന്ന് പറഞ്ഞ പാവപ്പെട്ടവന്റെ ദളിത് ആദിവാസി മുഖ്യമന്ത്രിയായില്ല. അപ്പോഴും ആരായി? തമ്പ്രാനായി, അല്ലേ? ഇവിടെ ഉദ്ഘാടകൻ വിശദീകരിച്ച വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. തമ്പ്രാനായി മുഖ്യമന്ത്രി, പുന്നപ്പറയിലും കയ്യൂരും കരിവള്ളൂരും പണിയെടുത്ത ഈ രാജ്യത്തെ പിന്നോക്കക്കാരൻ മുഖ്യമന്ത്രിയായില്ല, ആദിവാസി ദളിതന് മുഖ്യമന്ത്രിയായില്ല. അവസാനം ഒരാൾ മുഖ്യമന്ത്രി അടുത്ത കാലത്ത് VS അച്യുതാനന്ദൻ. പക്ഷേ ഈ നാട്ടിലെ CPM-കാർക്ക് തന്നെ തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വന്നു, പോളിറ്റ് ബ്യൂറോയോട് സമരം ചെയ്യേണ്ടി വന്നു, കേരളത്തിൽ പ്രകടനങ്ങൾ നടന്നു. ശക്തമായ സമരം വന്നപ്പോൾ പോളിറ്റ് ബ്യൂറോ തീരുമാനം മാറ്റി, VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി. അദ്ദേഹം മുഖ്യമന്ത്രിയായതിന്റെ കഷ്ടപ്പാടുകൾ കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക, അല്ലേ? എന്തൊക്കെ പരിപാടികളാ. ആദ്യം പോളിറ്റ് ബ്യൂറോയിൽ വെട്ടി, പിന്നെ CC-ന്ന് വെട്ടി, ഇനി DC-ന്ന് വെട്ടി, ആകെ വെട്ടി പാവപ്പെട്ട 90 വയസ്സ് കഴിഞ്ഞു, ഇല്ലേ? VS അച്യുതാനന്ദൻ ഗവൺമെന്റ്. VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ദളിത് നേതാവിനെ, പിന്നോക്ക നേതാവിനെ സവർണ തമ്പുരാക്കന്മാർ എങ്ങനെയൊക്കെയാണ് ഒതുക്കുന്നത്? 1920-കളിൽ പൂണൂലിട്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്ന CPM. എന്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറയുന്നത്? നിങ്ങൾ പരിശോധിക്കുക, CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിൽ എത്ര പേരുടെ ദളിതൻ, എത്ര മുസ്ലിമീങ്ങളുണ്ട്? ഭിത്തിന് പോലും ഒരു മുസ്ലിമില്ല. എത്ര ദളിതനുണ്ട്? ഒരു ദളിതൻ പോലുമില്ല. 85-അംഗ CC സെൻട്രൽ കമ്മിറ്റി, ഒരു ദളിതനുണ്ടോ? CPM-കാര ഇടതുപക്ഷത്തിന്റെ കൊടി പിടിച്ചുകൊണ്ട് പണ നയിക്കുന്ന ദളിത് സഹോദര, നീ ചിന്തിക്ക്. പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയിൽ, 85-അംഗ സെൻട്രൽ കമ്മിറ്റിയിൽ ഒരു ദളിതനുണ്ടോ എന്ന് നീ പരിശോധിക്കുക.
ഞങ്ങളതാ ചോദിക്കുന്നത്. രാഷ്ട്രീയത്തെ സത്യസന്ധമായി പരിശോധിക്ക്. രാഷ്ട്രീയ അന്ധത നിങ്ങൾക്ക് ബാധിച്ചിട്ടില്ലെങ്കിൽ 987 അധികാരത്തിൽ കയറിയ ഇടതുപക്ഷ ഗവൺമെന്റ് വിപ്ലവകരമായ തീരുമാനം പ്രഖ്യാപിച്ചു. ഭൂപരിഷ്കരണം. ഇന്നും പറയുന്ന ആളാ, ഞങ്ങൾ തന്നില്ലടോ, ആദിവാസികൾക്ക് തന്നില്ലടോ, ദളിതിന് തന്നില്ലടോ, ഭൂമി തന്നില്ലടോ, ഭൂപരിഷ്കരണം എന്ന വിപ്ലവം തന്നില്ലടോ. ശരിയാണ്, അവർ കൊടുത്തത് തന്നെയാണ്. പക്ഷെ കൊടുത്തതിന്റെ ഒരു രാഷ്ട്രീയമുണ്ട്. എന്താണ് കൊടുത്തതിന്റെ രാഷ്ട്രീയം? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ 32,000 കോളനികൾ, 32,000 ദളിത് ആദിവാസി കോളനികൾ കേരളത്തിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ദളിതരും ആദിവാസികളും മനുഷ്യരല്ലേ? അവർക്ക് പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ അവകാശമില്ലേ? അവരെ എന്തിന് കോളനിവൽക്കരിച്ചു? 3 സെന്റിലും 2 സെന്റിലും നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത രൂപത്തിൽ 2 സെന്റും 3 സെന്റും കൊടുത്ത് ഈ രാജ്യത്തെ ദളിതനെയും മണ്ണിന് വേണ്ടി സമരം ചെയ്ത ആദിവാസിയെയും ഭിന്നക്കാരെയും അടക്കം കോളനികളിലേക്ക് ഒതുക്കിയപ്പോൾ കേരളത്തിന്റെ ഭൂമി ബാക്കി എവിടെ? കേരളത്തിന്റെ തമ്പുരാക്കന്മാരുടെ കയ്യിലെത്തി, ഇല്ലേ? ഭൂജന്മിമാരുടെ കയ്യിലെത്തി. ഫലത്തിൽ ഇപ്പോഴും ഭിന്നക്കാരനും എല്ലാം കിട്ടിയോ? എന്നിട്ട് പറയാ, ഞങ്ങൾ 3 സെന്റ് തന്നില്ലടോ, ഭൂപരിഷ്കരണം നടപ്പിലാക്കിയില്ലേ? വിപ്ലവകരമായ ചിന്ത ഇന്നും പറയുന്നതാ, ഇല്ലേ? ചെങ്ങറയിൽ സമരം നടക്കുന്നു, ചിന്നക്കരയിൽ സമരം നടക്കുന്നു, ഒഞ്ചിയത്തും ഏറാമലയിലും സമരം നടക്കുന്നു, വയനാട് ജില്ലയിലെ ആപ്പാട് സമരം നടക്കുന്നു, ഇപ്പോഴാ മൈലമൂട്ടിലെ അരിപ്പയിൽ സമരം നടക്കുന്നു. 860 കുടുംബങ്ങൾ ഭൂമിയില്ലാതെ 2 സെന്റും 3 സെന്റിലും കഴിയുന്നു. രാജ്യത്തിന്റെ ഭൂരിപക്ഷം വരുന്ന ജനത കേരളത്തിൽ 32,000 കോളനികളിൽ. നിങ്ങൾക്കറിയുമോ, കണ്ണൂർ ജില്ലയിൽ പുഴവാത് പഞ്ചായത്തിൽ കക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നിങ്ങൾക്ക് ഇന്നും കാണാൻ പോയാൽ അങ്ങനെ തന്നെയുണ്ട് ആ കോളനി. ഇത് എണ്ണപ്പെട്ട കോളനികളിൽ ഒന്ന് മാത്രം. ചിതറ പഞ്ചായത്തിലും പറയാനുണ്ട് കണ്ണങ്കോട് കോളനി. എന്തിനാ നമ്മളിപ്പോ കണ്ണൂര് പോണത്? ചിതറ പഞ്ചായത്തിലെ കണ്ണങ്കോട് കോളനിയിൽ 200-ലധികം വരുന്ന കുടുംബങ്ങൾ ഓല കുത്തിമറച്ച, എന്താണ്, വില കുറഞ്ഞ പ്ലാസ്റ്റിക് മാത്രം മണ്ടയിലിട്ട് മഴ പെയ്താൽ കിടന്നുറങ്ങാൻ നിവർത്തിയില്ലാതെ കഴിയുന്ന 200 കുടുംബങ്ങൾ ചിതറ പഞ്ചായത്തിലെ കണ്ണങ്കോട് കോളനിയിലുണ്ടെങ്കിൽ ഇന്നും ഭൂമി പതിച്ചു കിട്ടാതെ മഴ പെയ്താൽ ആ വെള്ളത്തിന് മുകളിൽ കിടന്നുറങ്ങുന്ന 180 കുടുംബങ്ങൾ കുളത്തൂപ്പുഴയിലെ മൈലമൂട്ടിലെ ഡാലിക്കരിക്കകത്തിന്റെ ഉൾവനത്തിലുണ്ടെങ്കിൽ, പ്രിയരെ, ഇവരെന്താണ് നൽകിയത്? ആദിവാസികൾക്ക് എന്ത് സ്വപ്നം നൽകി? ദളിതരെന്ത് സ്വപ്നം നൽകി? 2 സെന്റും 3 സെന്റും വെച്ച് കൊടുത്ത് ഇവിടുത്തെ പാവപ്പെട്ടവനെ കോളനികളിലേക്ക് ഒതുക്കി തീർത്തപ്പോൾ ഈ രാജ്യത്തെ ഭൂജന്മിമാർ ഭൂമി പിടിച്ചെടുത്തു, ഇല്ലേ? 75,000 ഏക്കർ ഭൂമി ടാറ്റയുടെ കയ്യിൽ, 67,000 ഏക്കർ ഭൂമി എന്താണ് ഹാരിസൺ മുതലാളിയുടെ കയ്യിൽ, 29,835 ഏക്കർ ഭൂമി AV ജോർജ് ആൻഡ് കമ്പനിയുടെ കയ്യിൽ. ഇങ്ങനെ ഏക്കർ കണക്കിന് ഭൂമികൾ കേരളത്തിലെ വിദേശീയരും സ്വദേശീയരുമായ കുത്തകളുടെയും ഭൂജന്മിമാരുടെയും കൈകളിൽ എത്തപ്പെട്ടപ്പോൾ ഈ രാജ്യത്തിന്റെ ദളിതർ നിന്നും സമരം ചെയ്യുക, ഭൂമിക്ക് വേണ്ടി ചെങ്ങറയിലും ചിന്നക്കനാലിലും സമരം ചെയ്യുന്നു. സമരം ചെയ്ത ആളുകളെ CPM-ന്റെയും DYFI-യുടെയും കുട്ടിപ്പട്ടാളത്തിനെ ഇറക്കിവിട്ട് ആക്രമിച്ചില്ല. ചെങ്ങറയിൽ നാം കണ്ടില്ലേ, അവസാനം രാഷ്ട്രീയ നാടകം കളിച്ചു. എന്താണ്, തിരുവനന്തപുരത്ത് പട്ടയം വിതരണം ചെയ്തു കുറെ ചെങ്ങറ സമരക്കാർക്ക്. ലാഹഗോപാലൻ അന്ന് പറഞ്ഞു, പോകരുതേ, ഇത് വഞ്ചനയാണ്, ഇത് ചതിയാണ്, നിങ്ങൾ പോകരുതേ എന്ന് പറഞ്ഞു. പക്ഷേ സ്വന്തം ഭൂമിയിൽ കിടന്നുറങ്ങാനുള്ള അവരുടെ ആഗ്രഹം ലാഘഗോപാലൻ പറഞ്ഞിട്ട് കേൾക്കാതെ പട്ടയം വാങ്ങിച്ചു കൊണ്ടുപോയി. എങ്ങോട്ട് പോയി? പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി എന്ന് പറയുന്നത് വനത്തിനകത്താണ്. അതിന് ഉൾവനത്തിൽ 12 കിലോമീറ്റർ ഉള്ളിൽ എന്താണ് ഷോളയാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ദളിതുകൾക്ക് ഭൂമി കൊടുത്തത്. ഇടുക്കി ജില്ലയിലെ രാജമലയിൽ, കാസർഗോഡ് മറ്റൊരു സ്ഥലത്ത്, അവിടെയൊന്നും ഭൂമി കിട്ടിയിട്ട് എന്താണ് ജീവിക്കാൻ പോലും അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വനാന്തർഭാഗത്തുള്ള ഭൂമിയിൽ കുടിവെള്ളമില്ലാതെ, യാത്രാ സൗകര്യമില്ലാതെ, കഴിക്കാൻ ഭക്ഷണവും വിഭവങ്ങളുമില്ലാതെ, വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ലാതെ, ആരോഗ്യ കേന്ദ്രങ്ങളില്ലാതെ നരകയാതന അനുഭവിച്ച അവർ 1 വർഷം ജീവിച്ചിട്ട് അവസാനം സ്വന്തം ഭൂമിയിൽ നിന്ന് കുട്ടികളെയും കിട്ടിയ പ്രമാണവും പെട്ടിയും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് നടന്നു വരുന്ന രംഗം ഇന്ത്യ വിഷൻ അടക്കമുള്ള ചാനലുകൾ പുറത്തുവിട്ടെങ്കിൽ ഇടതുപക്ഷം കേരളത്തിൽ മാറിയും തിരിഞ്ഞും കേരളത്തിൽ ഭരിച്ചു. എന്നിട്ട് ഇപ്പൊ ഭൂസമരം കൊണ്ട് ഇറങ്ങിയിരിക്കുക. ഭരണം പോയപ്പോ നാം കണ്ടില്ലേ ഭൂസമര നാടകം.
കിട്ടിയോ ദളിതർക്ക് ഭൂമി? 25 ലക്ഷം ആളുകൾ തീരദേശത്ത് താമസിക്കുന്നു. 25 ലക്ഷം ആളുകൾ തീരദേശത്ത് 2 സെന്റിലും 3 സെന്റിലും താമസിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവർക്കൊരു 2 മക്കളായാൽ, 2 കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ വീതം നൽകും? വരുന്ന തലമുറയ്ക്ക് ഒരു വീട് വയ്ക്കാൻ എവിടെ സൗകര്യം കിട്ടും? അങ്ങനെ വരുമ്പോഴോ ഇവരുടെ മക്കളും മക്കളുടെ മക്കളും എവിടാകും? റോഡ് പുറമ്പോക്കിലേക്ക് പോകേണ്ടി വരും, തോട് പുറമ്പോക്കിലേക്ക് പോകേണ്ടി വരും. കാരണം എന്താ? കിടക്കാൻ ഭൂമിയില്ല. ഈ രാജ്യത്തെ പിന്നാക്കക്കാരന്റെ ആനുകൂല്യങ്ങൾ നേടിക്കൊടുത്തു എന്ന് പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ അട്ടിപ്പേർ അവകാശം പറയുന്ന ഇടതുപക്ഷമാണ് കോൺഗ്രസിനേക്കാൾ ഏറ്റവും കൂടുതൽ മറുപടി പറയേണ്ടത്. കോൺഗ്രസെക്കാലവും ഭൂഷ്വാസികളുടെ പാർട്ടിയാ, കോൺഗ്രസുകാർ പോലും മുതലാളിമാരുടെ പാർട്ടിയാ. കോൺഗ്രസുകാർക്ക് ഭൂമി ദളിതര് അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങൾക്ക് ഭൂമിയില്ല എന്നുള്ള പ്രശ്നമില്ല. അതുകൊണ്ടാണല്ലോ 3 മുക്കിലെ കൃഷ്ണന്റെ പേരിൽ കോടികൾ കോഴ വാങ്ങിയെന്ന കണക്കുകൾ യൂത്ത് കോൺഗ്രസുകാർ നിന്ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് ചെയ്ത് വിളിച്ചു പറഞ്ഞത് ഇല്ലേ? പോപ്സന്റെ കൃഷ്ണ യൂണിറ്റ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് നാം കണ്ടില്ലേ കോലാഹലങ്ങൾ? അതുകൊണ്ട് കോൺഗ്രസിന്റെ ശീലമാണ്. പക്ഷേ ഇടതുപക്ഷം പാവപ്പെട്ടവനോട് വഞ്ചനയുടെ പാട്ടുപാടി ഇല്ലേ? അവനവന് വേണ്ടിയല്ലാതെ, അവസാനം പാടുന്നതാ, അവനവന് വേണ്ടിയല്ലാതെ അവരെന്ന് ചുടുചോര ചിന്തി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. സുന്ദരമായ പാട്ട്. പാട്ടിനൊന്നും ഒരു കുറവില്ല, വിശപ്പിനൊരു പരിഹാരവും ഇല്ല. ഇല്ലേ? വല്ല പരിഹാരമുണ്ടോ? ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് മാറി തിരിഞ്ഞ് കേരളത്തിൽ വന്നു, ഭൂമിയുടെ പ്രശ്നം പരിഹരിച്ചോ? 9,35,736 ഏക്കർ പാട്ടഭൂമി കേരളത്തിലുണ്ട്. അത് 972 മുതൽ അസ്ഥിരപ്പെട്ട പാട്ടക്കരാറിലാണ്. പിടിച്ചെടുത്ത് രാജ്യത്തെ പാവപ്പെട്ടവർ കൊടുക്കാൻ, ഭൂമിയില്ലാത്തവർ കൊടുക്കാൻ നട്ടലുണ്ടോ? ഇപ്പൊ സമരം നടന്നു. ഠാക്കറയുടെ ഭൂമിയിലേക്ക് പോയോ CPM? ഹാരിസന്റെ ഭൂമിയിലേക്ക് പോയോ CPM? എ.വി. ജോർജ് കമ്പനിയുടെ ഭൂമിയിലേക്ക് സമരം നയിച്ചില്ല. കാരണം എന്താ? പാർട്ടി ഫണ്ട് കുറയും. എന്നിട്ട് ആദിവാസിയും ദളിതനും ഭൂമി ചോദിക്കുമ്പോൾ നാം കണ്ടില്ലേ പശ്ചിമ ബംഗാളിൽ ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട്. ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് ആരുടെ വകയാ? പളനിയപ്പൻ ചിദംബരത്തിന്റെ വക. അവിടെ ആരാ അന്ന് ഭരിച്ചിരുന്നത്? ഇടതുപക്ഷം. പശ്ചിമ ബംഗാളിലെ ലാൽഗഡിൽ കൽക്കരി മുതലാളിമാർക്ക് വേണ്ടി ആദിവാസിയെയും ദളിതനെയും ഭൂമിയിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ അവൻ സംഘടിച്ചു. അവന്റെ മുന്നിൽ ഒരു മാർഗവുമില്ല. അവന് വസ്ത്രം നിഷേധിക്കപ്പെട്ടു, ഭക്ഷണം നിഷേധിക്കപ്പെട്ടു, ഭൂമി നിഷേധിക്കപ്പെട്ടു. അവൻ ആയുധമെടുത്തു. എന്നിട്ടോ മാവോവാദി എന്ന് പറഞ്ഞത് വെടിവെച്ച് തള്ളുന്നു. ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് സിംഗൂരിൽ ആർക്ക് വേണ്ടി? ഇടതുപക്ഷം ടാറ്റ മുതലാളിയുടെ കാറുണ്ടാക്കാൻ വേണ്ടി കൃഷി ഭൂമിയിൽ നിന്നും കർഷകരെ ഇറക്കി വിട്ടു. എന്നിട്ട് പഴയ മുതലാക്കി ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കുക, കൃഷി ഭൂമി കർഷകന് 5000-ലധികം വരുന്ന ഏക്കർ ഭൂമി കൃഷിഭൂമി. എന്താണ് അതെന്ന് കുടിയൊഴിപ്പിച്ചു. പശ്ചിമ ബംഗാളിൽ 30 വർഷം ഇടതുപക്ഷം ഭരിച്ചിട്ട് എന്തുകൊണ്ട് പരാജയപ്പെട്ടു? പശ്ചിമ ബംഗാളിൽ മുർഷിദാബാദ് ജില്ലയടക്കമുള്ള പിന്നോക്കക്കാർ തിങ്ങിപ്പാർക്കുന്ന ജില്ലകളിൽ എന്ത് പറ്റി? പിന്നോക്കക്കാരനൊന്നും കിട്ടിയില്ല. 2% മാത്രമായി മുസ്ലിം സമുദായം ഉദ്യോഗതലത്തിൽ. എന്ന് പറഞ്ഞാൽ ഇത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നയമാണ്. ദരിദ്രനെന്നും ദരിദ്രനായി നിന്നെങ്കിലേ ഈ ചെങ്കൊടി പിടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ പശ്ചിമ ബംഗാളിൽ എല്ലാ ആനുകൂല്യം നൽകി കുറെ ആളുകൾ അങ്ങ് രക്ഷപ്പെട്ടാൽ, കർഷകനും കർഷക തൊഴിലേക്ക് മുതലാളിയായാൽ പിന്നെ ഈ കൊടി ആര് പിടിക്കും? അതുകൊണ്ട് എന്ത് വേണം? ഇവനെന്നും ദരിദ്രനായി കഴിയണം. ഭൂമി കൊടുക്കാമെന്ന് പറയും, പക്ഷെ കൊടുക്കാൻ പാടില്ല. അവൻ രക്ഷപ്പെടുത്തണമെന്ന് പറയും, പക്ഷെ രക്ഷപ്പെടുത്താൻ പാടില്ല. ഇങ്ങനെ ഇടതുപക്ഷം അടക്കം കേരളത്തിൽ എന്ത് ചെയ്യുന്നത്? കൊലപാതക രാഷ്ട്രീയം കളിക്കുന്നു. ടി.പി. ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന സത്യസന്ധനായ രാഷ്ട്രീയക്കാരനെ, ഹ്യൂമനിസം പുലർന്നു കാണണമെന്ന് പറയുന്ന സ്വപ്നം കണ്ട ടി.പി. ചന്ദ്രശേഖരനെ 51 വെട്ടികൾ നിഷ്ഠൂരമായി ഒരു മുഖത്തു മാത്രം വെട്ടി ഹാടക്കത്തിന്റെ വിശ്വരൂപം കാണിച്ച കമലഹാസന്റെ വിശ്വരൂപമല്ല കേട്ടോ, CPM-ന്റെ വിശ്വരൂപം. കമലഹാസന്റെ വിശ്വരൂപം നാം കണ്ടതാണല്ലോ. അങ്ങനെ ഇപ്പൊ മീഡിയകളും എല്ലാ ചാനലുകളും പിന്നോക്കക്കാരനാ വേദന. ഇപ്പൊ ദളിതർ ഇവിടെ സംഘടിച്ചല്ലോ. വർക്കലയിൽ പ്രഭാത സവാരിക്കിറങ്ങിയ ശിവപ്രസാദ് കൊല്ലപ്പെട്ടപ്പോൾ പിറ്റേന്നൊരു പത്രവാർത്ത, ദളിത് തീവ്രവാദം. DHRM എന്ന് പറയുന്ന സംഘടന എന്താണ്? ദളിത് തീവ്രവാദം
നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞു, ഇന്ത്യയിൽ ദളിതുകളെക്കാൾ കഷ്ടം മുസ്ലിമീങ്ങളാണ്, അവരുടെ ജീവിതം നരകതുല്യമാണ്. കേരളത്തിലെ നമുക്ക് ഒരുപക്ഷെ പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. നമുക്ക് നല്ല ഉടുപ്പുകളുണ്ട്, നല്ല ചെരുപ്പുണ്ട്, നല്ല വസ്ത്രമുണ്ട്, ഭക്ഷണമുണ്ട്, നല്ല വീടുകളുണ്ട്. എങ്ങനെ കിട്ടി? ജനാധിപത്യം തന്നതാ. ഈ ജനാധിപത്യം ഭരിക്കുന്ന ആളുകൾ തന്നതാണോ നമുക്ക്? പിന്നെയോ നമുക്കെങ്ങനെ കിട്ടിയത്? നമ്മുടെ ഇന്നത്തെ ജീവിത അഭിവൃദ്ധി നമുക്കെങ്ങനെ കിട്ടി? നാം വിദേശത്തേക്ക് പോയി, അല്ലെങ്കിൽ നാം സംസ്ഥാനം വിട്ടുപോയി. അറബികളുടേതോ